വ്യക്തമാണ്. അമൽകൃഷ്ണ, സമയത്തെ ഫലപ്രദമായി എങ്ങനെ വരും ദിവസങ്ങളിൽ വിനിയോഗിക്കാമെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ള അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ? ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ്. ടൈം ഇമ്പോർട്ടൻ്റ് ആണ് കൂടുതലും. ഓരോ പഠിക്കുന്ന ഇപ്പം ഓരോ സെറ്റ് ഇപ്പൊ കൂടുതൽ ടൈം എടുക്കുന്ന വിഷയങ്ങൾ പഠിക്കുന്ന ടൈമിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ മാത്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണ് മാത്സ് എന്ന്. അപ്പൊ നമ്മൾ കൂടുതൽ എത്രത്തോളം എഴുതി പഠിക്കും, ടൈം നോക്കി നമ്മൾ എഴുതി പഠിക്കും, നമുക്ക് അത്രത്തോളം എക്സാമിന് നമുക്ക് ഉപകാരപ്പെടും. കാരണം 10:30 to 1:30 ആണ് ബോർഡ് എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത്. അപ്പം അതിനുള്ള ഇപ്പം അറിയാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം എഴുതി, അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻ നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ ആണ് നമുക്ക് കൂടുതൽ സക്സസ് ഉണ്ടാവുക. അല്ല നമ്മളിപ്പോ അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻ നമ്മളെ വച്ചുകൊണ്ടിരുന്ന നമുക്ക് ടൈം പോകുന്നത് അറിയത്തുമില്ല, നമുക്ക് അറിയാനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ബാക്കി എഴുതാനും സാധിക്കും. അപ്പം നമ്മൾ ടൈം മാനേജ്മെന്റ് ഉപയോഗിച്ച് നമ്മൾ എത്രത്തോളം എക്സാം എഴുതുമോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ്. പഠിക്കുന്ന കാര്യത്തിലും ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം ടൈം ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കൂടുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഓരോ ടൈമും നമുക്ക് എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മളിപ്പം എന്റെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഞാൻ ഒരു അരമണിക്കൂർ പഠിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കും. ആ 10 മിനിറ്റ് ബ്രേക്ക് എന്ന് നമ്മൾ ഫോൺ ഉപയോഗിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി ഒന്ന് ഫ്രഷ് ഒന്ന് മുഖം കഴുകി ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് തിരിച്ച് നമ്മൾ അടുത്ത അരമണിക്കൂർ പഠിക്കും. അങ്ങനെയാണ് ഞാൻ എന്റെ എക്സാം ടൈമിന് കൂടുതലും പഠിക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഒരു 10 മിനിറ്റ് ബ്രേക്ക്, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നൊരു ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്ന. ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ്. ടൈമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. നമുക്കിപ്പം പോയ ടൈം നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ടൈം ആൻഡ് സ്ലീപ്പ് ഒരിക്കലും തിരിച്ചു പിടിക്കാനും പറ്റത്തില്ല. അപ്പം ടൈമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ടൈം മാനേജ്മെന്റ് നമ്മൾ എത്രത്തോളം എക്സാമിന് നമ്മൾ ഉപയോഗിക്കുമോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്.